എന്നും ഇവിടെ നിന്ന് പോയി ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ട് കൂടുതലും ഇവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കുന്ന നാടൻ കടികൾ കൽത്തപ്പം. ഈ അരിമ്പ്ര ഏരിയയിൽ കൃഷിക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ചക്രക്കിഴങ്ങ്, അതായത് മധുരക്കിഴങ്ങ് പോലുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടും. ഈ മഴ തുടങ്ങിയതിന് ശേഷം കുറേ പൂവിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ വാടി കരിഞ്ഞ് പോയിട്ടോ. നമ്മളെ ചിക്കുവിൻ്റെ തയ്യാട്ടത് ആ തയ്യുമ്പോണ്ടായ കായാണ്. കാറിൻ്റെ ഈ ഒരു യന്ത്രം വേറിട്ട് നിലത്ത് ചാടിക്കണം കേട്ടോ. ആള് പണ്ട് പുലിയാണെങ്കിലും ഇപ്പോൾ സത്യത്തിൽ എലിയായി. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഞാനിതാ ഒരു മോർണിംഗ് വ്ലോഗായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരെ പോയത് അരിമ്പ്ര കണ്ടോ. വന്ന് നമ്മൾ രാവിലെ ഓരോ പ്രഭാതവും തുടങ്ങണം ഈ അരിമ്പ്ര എന്നുള്ള അവസ്ഥയുണ്ടോ. എന്നും ഇവിടെ നിന്ന് പോയി ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയിട്ട് ഈ ചായക്കടയിൽ നിന്ന് തള്ളി മറിക്കുക. അതേപോലെ നല്ല അടിപൊളി ചായ, സ്ട്രോങ് ചായ കുടിക്കുക. അതേപോലെ നല്ല നല്ല കടികളുണ്ടാവും, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. കൂടുതലും ഇവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കുന്ന നാടൻ കടികൾ കൽത്തപ്പം, അതേപോലെ കോഴിമുട്ട ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ അരിമ്പ്ര ഏരിയയിൽ കൃഷിക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ചക്രക്കിഴങ്ങ്, അതായത് മധുരക്കിഴങ്ങ് പോലുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടുട്ടോ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ശ്രദ്ധ ഈ ഒരു പോസ്റ്റർക്ക് 3 കിലോ പുട്ടുപൊടി വാങ്ങിയ ഒരു തേങ്ങ മാർക്കറ്റിങ്ങിൻ്റെ പുതിയ വേർഷനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഷുഹൈബിനോട് അത് അവിടെ ഇതാണ് 2 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന വീട്ടിൽ കണ്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ കുണ്ട്രു എണീറ്റിട്ടുണ്ട്. കുണ്ട്രുവിന് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം എൻ്റെ കൂടെ ഒന്ന് കൂത്തം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ വീടിൻ്റെ മുറ്റത്തുള്ള ഈ ഒരു കിണറിന് ചുറ്റുഭാഗത്തുള്ള മണ്ണ് മഴ പെയ്തപ്പോൾ ഒലിച്ചു പോകുന്ന കാരണം ചുറ്റും ചാക്ക് വിരിച്ചു കൊടുത്തൊക്കെയാണ്. കിണറിലിപ്പോൾ മഴയൊക്കെ കാരണം അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ വീട് താമസാക്കിയ സമയത്ത് നട്ട് വളർത്തിയൊരു ചെടിയാണിത്. അതിനെ തണ്ട് പൊട്ടിച്ചിട്ട് അപ്പുറത്ത് നമ്മൾ നട്ട വേറൊരു ചെടിയാണിത്. ഇതൊക്കെ ഈ മഴക്കാലം ആകുമ്പോൾ അത്യാവശ്യം നല്ല വേരിറങ്ങി നല്ല വൃത്തിയിലുണ്ടാവും. നമ്മൾ ആദ്യം ചെടിച്ചട്ടി വെച്ചതൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ പുല്ല് നിറഞ്ഞെടുക്കണം. അതേപോലുള്ളൊരു കാര്യമാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട്. ഇതും ഇതേപോലെ നമ്മൾ തൈ നട്ടുണ്ടാക്കിയതിന് വീടിൻ്റെ മുകൾക്ക് തണലിന് വേണ്ടിയിട്ട് വെക്കരുതിയിട്ട്. പക്ഷേ അവസാനം എന്താ ഉണ്ടായത് വെച്ചാൽ അവസാനം മതിൽമ തന്നെ ഇത് വളരുന്ന അവസ്ഥയായി. ഈ മഴ തുടങ്ങിയതിന് ശേഷം കുറേ പൂവിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ വാടി കരിഞ്ഞ് പോയിട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ 1-2 പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അന്ന് നട്ട് വെച്ച നമ്മളെ ചിക്കുവിൻ്റെ തയ്യാട്ടത് ആ തയ്യുമ്പോണ്ടായ കായാണ്. അത് ഈ കായ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സമയത്തേ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് ഇത് കാണില്ല. അത് കഴിഞ്ഞ് ബാക്കൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് നമ്മുടെ കാറിൻ്റെ ഈ ഒരു യന്ത്രം വേറിട്ട് നിലത്ത് ചാടിക്കണം കേട്ടോ. ഇത് ഇനി കൊടുക്കണമെങ്കിൽ നല്ല ഗമ്മും കാര്യങ്ങളൊക്കെ ഇടണം. ആള് പണ്ട് പുലിയാണെങ്കിലും ഇപ്പോൾ സത്യത്തിൽ എലിയായിക്കണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുട്ടും നല്ല ചെറുപയറിൻ്റെ കറി ഉണ്ടായിരുന്നു. അത് ഞാനും കൊണ്ടും കൂടി അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നൊക്കെ ഉള്ളതിന് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നോക്കാം.